ഹലോ, നമസ്കാരം. വെറും 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്വീറ്റ് ബോണ്ടയുടെ റെസിപ്പിയാണ് കേട്ടോ. ഗോതമ്പ് മാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കുകയാണെങ്കിൽ പോലും നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം. അത്രയും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ബോണ്ടയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം അതിനായിട്ട് ഒരു മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 5 ചെറിയ ശർക്കരയുടെ പീസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിനാവശ്യമായ മധുരം ഇട്ട് കൊടുക്കുക. 1 നുള്ളു ഉപ്പ്. ഇതൊക്കെ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ആദ്യം. അപ്പൊ ഇത് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ശർക്കര പൊടിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/2 പീസ് ചിക്കിറ്റിയ പഴം ഇട്ട് കൊടുക്കാം. ചിക്കിറ്റി ഇല്ലെങ്കിൽ നോർമൽ പഴം ഇട്ട് കൊടുക്കാം. നേന്ത്രപ്പഴം ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല കേട്ടോ. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം ചുക്കും ജീരകവും കൂടി പൊടിച്ചാണ്, പഞ്ചസാര ചേർത്തി പൊടിച്ചാണ് കേട്ടോ 1 ടീസ്പൂൺ ഇട്ടത്. ഇനി കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ ഒന്ന് അരച്ചെടുത്ത് വരാം. ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. അപ്പം ഇത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതിനാവശ്യത്തിന് വെള്ളമുണ്ട്. ഇതിനെ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ എള്ള്, ഒരു കുറച്ച് തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണയിൽ വറുത്തിടാം. പിന്നെ 1 നുള്ള ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മാവിൽ ഒരുപാട് വെള്ളമില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം ബൈ ചാൻസ് വെള്ളം കൂടിയാൽ തന്നെ കുറച്ചും കൂടി ഗോതമ്പ് മാവിൽ മിക്സ് ചെയ്താൽ മതി. ഇത് കൈകൊണ്ട് എടുത്തിടാൻ പരുവത്തിലായിരിക്കണം മാവ്. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എണ്ണയൊക്കെ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരുപാട് അത് തനിയെ തന്നെ ഷേപ്പ് എടുക്കാം കേട്ടോ. ഒരുപാട് ലൂസായിട്ട് ചെയ്യരുത്. അപ്പോൾ പിന്നെ അത് പരന്നു പോകും, നമ്മുടെ ഷേപ്പ് കിട്ടില്ല. ഇത് ഒട്ടും തന്നെ നമുക്ക് എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉടനെ ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കുകയും ചെയ്യാം കേട്ടോ. ഇതിനെ മറിച്ചിടാം. ഇതിപ്പോൾ എൻ്റെ ശർക്കര നല്ല ചുവന്ന ശർക്കരയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളറ് ഗോൾഡൻ അല്ല, കുറച്ച് ഡാർക്ക് ബ്രൗൺ ആയിട്ടാണ് കേട്ടോ കുക്കായി വന്നത്. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. കണ്ടോ, നല്ല കളർഫുൾ, നല്ല കളറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇത് കഴിച്ച് നോക്കിയപ്പോഴും ഉള്ളിലെ ടെക്സ്ചറൊക്കെ സൂപ്പറായി വന്നിരുന്നു. അടിപൊളിയായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പ്രാവശ്യം മറിച്ചിട്ടും നമ്മുടെ സ്വീറ്റ് ബോണ്ട റെഡി. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. കണ്ടോ, ടെക്സ്ചർ പെർഫെക്റ്റ് ടെക്സ്ചറാണ്. ഇതിൽ ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയും മണവും പിന്നെ ആ തേങ്ങാക്കൊത്ത് കടിക്കുന്നതൊക്കെ ആയിട്ടൊരു സൂപ്പർ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.